കാഴ്ചയുടെ വിസ്മയവും പഴമയുടെ പൊരുളും പകർന്ന കത്തി ഫെസ്റ്റിവലിന് തുടക്കമായി. എണ്ണപ്പകിട്ടിൽ ആധുനിക ജീവിതത്തിലെ വർണ്ണത്തിളക്കത്തിൽ അഭിരമിക്കുന്ന പുതുതലമുറയ്ക്ക് പഴമയുടെ നന്മ നിറഞ്ഞ കാഴ്ചകൾ നൽകി കത്തി ഫെസ്റ്റിവൽ സന്ദർശകരെ ആകർഷിക്കുന്നു. കത്തീഫ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനകളുടെ കൂട്ടായ്മയാണ് കഴിഞ്ഞ 4 വർഷമായി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു വരുന്നത്. പെരുന്നാൾ കഴിഞ്ഞുള്ള ആദ്യ ആഴ്ചയിലെ 7 ദിവസമാണ് ഫെസ്റ്റിവൽ അരങ്ങേറുക. ഇത്തവണ സൗദി അറേബ്യയുടെ പഴയകാല സാംസ്കാരിക ചരിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയും സൗദിയും തമ്മിൽ നിലനിന്നിരുന്ന അഭേദ്യ ബന്ധങ്ങളെ വെളിവാക്കുന്നതാണ് പല കാഴ്ചകളും. മണൽക്കാടുകളിൽ ആധുനികത കുടിയേറിയതറിയാതെ ഇന്നും പഴയകാലത്തിലെ പാരമ്പര്യ തൊഴിലുമായി ജീവിക്കുന്ന തലമുറകളുടെ കരവിരുത് മേളയുടെ ആദ്യ ആകർഷണങ്ങളിൽ ഒന്നാണ്. ഈന്തപ്പനപ്പട്ടകൾ വിടർത്തി നാരെടുത്ത് പിരിച്ചുണ്ടാക്കുന്ന കയറുകൾ ചേർത്ത് തറയിൽ മെനഞ്ഞെടുക്കുന്ന തകിടികൾ കണ്ടാൽ കേരളത്തിലെ കയറുകളാണെന്ന് പറഞ്ഞു പോകും. ഹുസൈൻ ഹാഷിം എന്ന സൗദി 30 വർഷമായി ഈ കുലത്തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാണ്. കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കുന്ന സക്കീബ് അൽ റാഷിദിന്റെ വേഗവും കരവിരുതും കൗതുകകരമാണ്. റിസാൽ അൽ സഫാനി എന്ന വിദ്യാർത്ഥിനി 100 വർഷത്തിനു മുമ്പ് അറബ് സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ആഭരണങ്ങളുടെ ഫോട്ടോകളുമായാണ് എത്തിയിട്ടുള്ളത്. പുതിയ തലമുറയ്ക്ക് അന്യമായ ആഭരണങ്ങളുടെ ഫോട്ടോകൾ വിൽപ്പനയ്ക്കും ലഭ്യമാണ്. പണ്ടുകാലങ്ങളിൽ കളിമണ്ണും കുമ്മായവും ചേർത്തൊരുക്കിയ വീടുകളിലെ സ്ത്രീകളുടെ സ്വീകരണമുറിയും അറബികളുടെ മണിയറയുമൊക്കെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾ തന്നെയെന്നത് ഏറെ വിസ്മയകരമാണ്. എണ്ണ കണ്ടെത്തിയതോടെയാണ് തങ്ങൾ ആധുനികതയുടെ ഉയരങ്ങൾ കീഴടക്കിയതെന്നും അതോടെ പച്ചപ്പിന്റെയും ഉർവരതയുടെയും നന്മകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതായും സൗദിയുടെ അപൂർവ ഫോട്ടോകളുമായെത്തിയ മറാജ് അൽ ജിഷി വിവരിച്ചു. പഴമയുടെ നന്മകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനാണ് തങ്ങൾ വർഷം തോറും ഇത്തരം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് മീഡിയ വിഭാഗം കൺവീനർ മുസ്തഫ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് തങ്ങൾ ഉപയോഗിക്കുക. സൗദിയുടെ ആധുനിക തലമുറയ്ക്ക് തങ്ങളുടെ പൂർവ്വകാലത്തിന്റെ അടരുകൾ കണ്ടെത്താൻ ഈ കാഴ്ചകൾ ഉപകരിക്കുമെന്നതിൽ സംശയമില്ല. സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമാം. അറബ് ലോകത്തെ മഹാനായ മനുഷ്യസ്നേഹിക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. വ്യാഴാഴ്ച കുവൈത്തിൽ അന്തരിച്ച ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ സമീത്തിന്റെ കബറടക്ക ചടങ്ങുകൾക്ക് സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. വിട പറഞ്ഞത് അറബ് ലോകം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യസ്നേഹി. 1947 ഒക്ടോബർ 15 കുവൈത്തിൽ ജനിച്ച അബ്ദുറഹ്മാൻ അൽ സമീദ് ബഗ്ദാദ് സർവകലാശാലയിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദവും കാനഡയിലെ മാക്ഗിൽ സർവകലാശാലയിൽ നിന്ന് ഇന്റേണൽ മെഡിസിനിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ ശേഷം കുവൈത്തിലെ അൽസബാഹ് ആശുപത്രിയിൽ അല്പകാലം ജോലി ചെയ്ത ശേഷമാണ് ജീവകാരുണ്യ വഴിയിൽ ലോകസഞ്ചാരത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടത്. ഭക്ഷ്യക്ഷാമവും പട്ടിണിയും നേരിടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ തന്റെ കർമ്മമേഖലയായി തിരഞ്ഞെടുത്ത അദ്ദേഹം എത്തോപ്യ, എറിത്രിയ, ജിബൂട്ടി, കെനിയ, മൊസാംബിക്, സാംബിയ, അങ്കോള തുടങ്ങിയ രാജ്യങ്ങളിൽ അഗതികളുടെ കണ്ണീരൊപ്പുകാരനായി. ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ സമീദ് മുൻകൈയെടുത്ത് സ്ഥാപിച്ച വിദ്യാലയങ്ങൾ, സർവകലാശാലകൾ, ഇസ്ലാമിക പഠന കേന്ദ്രങ്ങൾ, ശുദ്ധജല സംഭരണികൾ എന്നിങ്ങനെ മനുഷ്യസ്നേഹത്തിന്റെ ഇനിയും മരിക്കാത്ത സ്മാരകങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച ഡയറക്റ്റ് എയ്ഡ് എന്ന സംഘടനയുടെ സാരഥിയായി 2008 വരെ പ്രവർത്തിച്ച സമീദ് മലാവി മുസ്ലിംസ് കമ്മിറ്റി, കുവൈത്ത് റിലീഫ് കമ്മിറ്റി, ഇന്റർനാഷണൽ ഇസ്ലാമിക് ചാരിറ്റി അതോറിറ്റി തുടങ്ങിയ സംഘടനകളുടെ രൂപീകരണത്തിലും സുപ്രധാന പങ്കുവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഈ മനുഷ്യസ്നേഹിയെ തേടിയെത്തുകയുണ്ടായി. ഇസ്ലാമിക സേവനത്തിനുള്ള കിങ് ഫൈസൽ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് 1996 അർഹനായ അദ്ദേഹം അവാർഡായി ലഭിച്ച ഭീമമായ തുക ആഫ്രിക്കയിലെ പട്ടിണിപ്പാവങ്ങളുടെ ഉന്നമനത്തിനായാണ് ചെലവഴിച്ചത്. 1990 ഇറാഖ് അധിനിവേശ കാലത്ത് കുവൈത്തിൽ വെച്ച് ഇറാഖി പട്ടാളത്തിന്റെ പിടിയിലായ അദ്ദേഹം കൈകാലുകളിൽ നിന്നും മാംസം പറിച്ചെടുക്കപ്പെട്ട നിലയിൽ പിന്നീട് മാതൃരാജ്യത്ത് തിരിച്ചെത്തിയപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി: എനിക്കുറപ്പുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ച നിമിഷത്തിൽ മാത്രമേ എൻ്റെ മരണം യാഥാർത്ഥ്യമാകൂ. അതെ, ഒടുവിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യസ്നേഹി കൂടി ഓർമ്മയായിരിക്കുന്നു. വെള്ളിയാഴ്ച സുലൈബിഖാത്ത് ഖബർസ്ഥാനിൽ നടന്ന അന്ത്യചടങ്ങുകളിൽ സംബന്ധിക്കാനെത്തിയ ആയിരങ്ങൾക്കും പറയാനുണ്ടായിരുന്നത് സമീദ് എന്ന മനുഷ്യസ്നേഹിയുടെ 100 കഥകളായിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്. സൗദിയിലെ ടെലിഫോൺ കോഡുകളിൽ അടുത്തയാഴ്ച മുതൽ മാറ്റം. മേഖലാ കോഡുകളോടൊപ്പം ഒരക്കം കൂടി ചേർത്തുള്ള പരിഷ്കരണമാണ് വരുന്നത്. നേരത്തെ റിയാദ് മേഖലയിൽ മാത്രമാണ് ഈ അധിക നമ്പർ ഉപയോഗിച്ചിരുന്നത്. ഇത് രാജ്യം മുഴുവൻ നടപ്പിലാക്കുകയാണെന്ന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷൻ അറിയിച്ചു. എല്ലാ മേഖലയിലും കോഡിന്റെ കൂടെ 0 ശേഷം 1 എന്ന അക്കം കൂടി ചേർത്തതായിരിക്കും പുതിയ നമ്പർ. റിയാദിലെ കോഡ് 01 ആയിരുന്നത് 011 മാറും. നാളെ കോഡ് മാറിയ ശേഷം 1 മാസത്തേക്ക് പഴയ നമ്പറും പുതിയ നമ്പറും ഉപയോഗിക്കാനാകും. അതിനുശേഷം പുതിയ നമ്പർ മാത്രമേ ലഭ്യമാവൂ. വിശദാംശങ്ങൾ www.citc.gov.sa എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദുബൈ ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ ദല ദുബൈയിൽ മാധ്യമ സെമിനാറും ശില്പയും സംഘടിപ്പിച്ചു. ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ സഹകരണത്തോടെയായിരുന്നു സെമിനാറും ശില്പശാലയും. എഴുത്തുകാരനും നിരൂപകനും ചിന്തകനുമായ പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ്
സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജോർജ് ഓണക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. കെ.എൽ. ഗോപി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന മാധ്യമശില്പശാലയിൽ അച്ചടി മേഖല, ദൃശ്യമാധ്യമ മേഖല, റേഡിയോ മാധ്യമം, ഓൺലൈൻ മീഡിയ എന്നീ രംഗങ്ങളിലെ പ്രവർത്തകർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഈദ് ആഘോഷിക്കാനായി സ്വന്തം നാടുകളിലേക്ക് തിരിച്ചവർ ഗൾഫ് ജീവിതത്തിലെ തിരക്കുകളിലേക്ക് തിരികെ എത്തി തുടങ്ങി. ഖത്തർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദിവസങ്ങൾ നീണ്ട അവധിക്ക് ശേഷം പ്രവാസികൾ തിരികെ എത്തി തുടങ്ങി. 10,000-കണക്കിന് പേരാണ് ഇതുവരെ എത്തിയത്. വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ 1,00,000-ഓളം പേർ എത്തിച്ചേരുമെന്ന് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട് വക്താവ് വ്യക്തമാക്കി. ഇതിൽ വിദേശികൾക്കൊപ്പം പെരുന്നാൾ ആഘോഷിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സ്വദേശികളും ഉൾപ്പെടുന്നു. 10 ദിവസത്തോളം നീണ്ടുനിന്ന പെരുന്നാൾ അവധിയായിരുന്നു മിക്ക തൊഴിൽ സ്ഥാപനങ്ങളിലും. ആളുകൾ കൂട്ടത്തോടെ വരുന്നത് എയർപോർട്ടിൽ തിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വർദ്ധിച്ച ട്രാഫിക് ജാമും ആളുകളുടെ വിമർശനങ്ങൾക്കിടയാക്കുന്നു. കുടുംബത്തോടൊപ്പമുള്ള ചെറിയൊരിടവേളയ്ക്ക് ശേഷം പ്രവാസികൾ തിരികെ എത്തുന്നു. കൊടും ചൂടിലെ ജോലി തിരക്കിലേക്ക്. ഖത്തറിൽ നിന്നും മീഡിയ വണിനു വേണ്ടി ഹുസ്ന റമീസ്. യുഎഇയിലെ ഇന്ത്യക്കാരായ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ ഫോറം പ്രമുഖ സാഹിത്യകാരനും നോവലിസ്റ്റുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറിനെ ആദരിച്ചു. എഴുത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയതോടനുബന്ധിച്ചാണ് ഉപഹാരം നൽകി ആദരിച്ചത്. ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് എൽവിസ് ചുമ്മാർ ഉപഹാരം സമ്മാനിച്ചു. ഇതിനോടനുബന്ധിച്ച് IMF സംഘടിപ്പിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷം, മലയാള ദിനാഘോഷം, ഈദ് കുടുംബസംഗമം ഡോക്ടർ ജോർജ് ഓണക്കൂർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും മാജിക് ഷോയും നടന്നു. വിദേശ കറൻസി ഇടപാടിൽ കോൺഗ്രസ് നേതാവ് KP പുന്നൂസിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ കോട്ടയം തിരുവല്ല CIയുടെ ഓഫീസ് ഉപരോധിക്കുന്നു. ഇന്ന് വൈകിട്ട് 105 കോടി വിദേശ കറൻസിയുമായി യുവാവിനെ പിടികൂടിയിരുന്നു. പണം KP പുന്നൂസ് ഡയറക്ടറായിട്ടുള്ള ഒലിവുമല ട്രസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ഷൈജു ചേരുന്നു. കോട്ടയത്ത് നിന്നും ഷൈജു, ഇപ്പോഴും ഉപരോധം തുടരുകയാണോ? തീർച്ചയായും സായ്കുമാർ, DYFI ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് തിരുവല്ല CI ഓഫീസ് ഉപരോധിക്കാൻ തുടങ്ങിയിരുന്നു. ഈ ഉപരോധ സമരത്തെ തിരുവല്ല MLA ആയ മാത്യു ടി തോമസ് അഭിസംബോധന ചെയ്തു. അല്പസമയങ്ങൾക്ക് മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലുമുള്ള ഒരു സംഘം അവിടെ എത്തി. ഇപ്പോൾ CI ഓഫീസ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് നേതാവും നിരണം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ KP പുന്നൂസിനെ അറസ്റ്റ് ചെയ്യണമെന്നും ഈ പണത്തിന്റെ സോഴ്സ് കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇരുകൂട്ടരും അവിടെ പോലീസ് സ്റ്റേഷൻ CI ഓഫീസ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. സായ്കുമാർ, ഷൈജു ആണ് വിവരം നൽകിയത്. തിരുവല്ല പോലീസ് സ്റ്റേഷൻ DYFI പ്രവർത്തകർ ഉപരോധിക്കുന്നു.